നമസ്കാരം. എസ്കോ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSLCയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു. കുട്ടികൾക്കെല്ലാം നല്ലൊരു വിജയം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും വിഷയങ്ങളിൽ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക് റീവാല്യൂഷന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള കുട്ടികളെല്ലാം ആ വീഡിയോ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നും റീവാല്യൂഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് +1 അഡ്മിഷൻ അപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ +1 അലോട്ട്മെൻറ്റിൻ്റെ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടുള്ള അപേക്ഷ ഏകജാലകം, അതായത് സിംഗിൾ വിൻഡോ അപേക്ഷ സ്വീകരിക്കുന്നത് മെയ് 16 മുതലാണ്. മെയ് 25-ാം തീയതി വരെ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് മെയ് 29-നാണ്. ജൂൺ 5 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടാത്ത കുട്ടികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 12-ാം തീയതിയാണ്. ഇതിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 19-ഓടുകൂടിയാണ്. +1 ക്ലാസ്സുകൾ ജൂൺ 24-ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ക്ലാസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതായത് ഈ 3 അലോട്ട്മെൻറ്റ് ലിസ്റ്റിലും വരാത്ത കുട്ടികളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ക്ലാസ് എല്ലാം തുടങ്ങിയതിന് ശേഷമായിരിക്കും. ജൂലൈ 31 ഈ വർഷത്തെ +1 അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. എല്ലാ പ്രവേശന നടപടികളും കംപ്ലീറ്റ് ചെയ്യും എന്നുമാണ് ഇപ്പോൾ കിട്ടിയ അറിവ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് +1ൻ്റെ അഡ്മിഷൻ, അതായത് ഏകജാലകം സിംഗിൾ വിൻഡോ അഡ്മിഷന് അപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ HSCAP സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. hscap.kerala.gov.in എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനൽ ചെയ്യുന്നതാണ്. ഈ അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ പാരൻസിനോ ചെയ്യാവുന്നതാണ്. പക്ഷേ അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ചെറിയ ഒരു തെറ്റ് മതി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ തനിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ജനസേവാ കേന്ദ്രം, ഇൻ്റർനെറ്റ് കഫേ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകൾ മുഖേന ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ച സ്കൂളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളുകളുടെയോ എയ്ഡഡ് സ്കൂളുകളുടെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവിടുത്തെ അധ്യാപകരുടെ സഹായവും സ്വീകരിക്കാവുന്നതാണ്. നിങ്ങൾ HSCAPൽ, അതായത് ഈ ഒരു വെബ്സൈറ്റിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഇതുപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഭാവി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വെക്കണം. എന്തായാലും ആ ഒരു വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം, അതായത് മെയ് 16 എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ള വീഡിയോ കൂടെ ചാനലിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനലിലെ കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ.